നല്ല ദൈവരാജ്യത്തിന് അനപേക്ഷിതമായിട്ട് ഞെരുക്കങ്ങളുടെ കാലത്ത് പ്രത്യേകിച്ച് നല്ല ഫലങ്ങൾ, നല്ല വൃക്ഷങ്ങൾ, നല്ല ഫലത്തെ കായ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. അതിന് ബലപ്രയോഗം വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കും, ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ബലപ്രയോഗം വേണ്ടി വരും. ബലം പ്രയോഗിക്കുന്നവന് മാത്രമേ നല്ല ഫലങ്ങളെ പ്രയോഗിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. എന്താ കാര്യം? കാശ് നഷ്ടമാണ് അദ്ദേഹത്തിന്, അതേസമയം തന്നെ തോറ്റു കൊടുക്കേണ്ടി വന്നു. 2 നഷ്ടം വന്നിരിക്കുന്നത്. പക്ഷേ ദൈവദരിശന് അദ്ദേഹം എന്താ സംഭവിക്കുന്നത്? അവൻ ദൈവരാജ്യ പൈതലായിട്ട് വീണ്ടും ജനിക്കുകയാണ്. ദൈവരാജ്യ പൈതലായിട്ട് വീണ്ടും, അത് ഈശോ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 3:3 യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അല്ലാതെ ഏതെങ്കിലും വെള്ളത്തിൽ പോയിക്കൊണ്ട് മുക്കി പിടിച്ച് പൊക്കിയെടുക്കണ്ടേ? ചില ആൾക്കാർ നല്ല കത്തോലിക്കലായിരിക്കുമേ, തെറ്റായ പ്രബോധനം പറഞ്ഞു കൊടുത്തിട്ട് ചില ആൾക്കാർ കൊണ്ടുവന്ന് ചില വെള്ളത്തിൽ പിടിച്ച് മുക്കിയെടുത്തും പറയും നീ വീണ്ടും ജനിക്കണമെന്ന് പറയും. അതല്ല വീണ്ടും ജനിക്കുക, അത് പറ്റിക്കലാണ് ശരിക്കും പറഞ്ഞാൽ. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ ജനനമാണത്. അത് പ്രവർത്തനത്തിൽ വ്യക്തമാകണം. നല്ല ഫലം, നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുമ്പോഴാണ്. അത് രാവിലെയും നല്ല ഫലമായിരിക്കണം, വൈകുന്നേരം നല്ല ഫലമായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി, ജീവന്റെ വൃക്ഷങ്ങളായി ഞങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. ഞെരുക്കങ്ങളുടെ കാലത്ത് സുവിശേഷത്തോടെ ചേർന്ന് ജീവിക്കുവാൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിനായി അമ്മേ പരിശുദ്ധ അമ്മേ ഉടമ്പടി ജീവിതം ധന്യമാക്കുവാൻ മാധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എപ്പോഴും നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ഞെരുക്കങ്ങളുടെ കാലത്ത് ആത്മാവിൻ്റെ നിറവിലും നല്ല ഫലങ്ങൾ, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷങ്ങളായി നമ്മൾ രൂപാന്തരപ്പെട്ടാലേ പെട്ടെന്ന് ഈ ഉടമ്പടിയിൽ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഉടമ്പടി എന്താ പറഞ്ഞത്, ഉടനടി പരിഹാരം എന്നല്ല പറഞ്ഞത്, ഉടമ്പടി പരിഹാരം. അത് ഈ പുതുമനയുടെ സാക്ഷ്യങ്ങൾക്കൊക്കെ മനസ്സിലാകും നമുക്ക്. കാര്യം പുതുമന പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ 3ആയിട്ട് തിരിക്കാമെന്ന് പറയണത്. ഒരു ലൈഫ്, 72 വയസ്സുണ്ട് അദ്ദേഹത്തിന്, 72 വയസ്സുണ്ട്. 72 വയസ്സിനെ അദ്ദേഹം 3ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തത് ഒരു സാധാരണ നാട്ടുക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിരുന്ന കാലം. ദൈവത്തെ അറിയാം, പക്ഷേ ജീവിതം വേറെ രീതിയിലാണ്. ബാറിൻ്റെ ഉടമയല്ലേ, അപ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കൂടുതൽ ആൾക്കാരെ കുടിപ്പിക്കണം, കുറേ ആൾക്കാരെ കൂടുതൽ കളയണം, കുറേ അമ്മമാരെ വിധവകളാക്കണം. അതൊക്കെയുള്ള ബാറിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. കുറേ അമ്മമാരെ വിധവകളാക്കണം, കുറേ കുഞ്ഞുങ്ങളുടെ ജീവിതം വഴിപഴിച്ചിട്ട് അവർ വഴിപഴിച്ച് പോകണം. അപ്പം അങ്ങനെ ജീവിതത്തിൽ ഒരു കാലഘട്ടം ക്രിസ്ത്യാനി ആണെങ്കിലും കൈയിരിപ്പ് കാരണം ദുഷ്ടൻ്റെ ഫലം ചെയ്യണ പോലെ ഒത്തിരിയേറെ കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതൊരു ജീവിതമാണ്. പക്ഷേ 35-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടുന്നതോടുകൂടി ഈശോനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കും, സ്വന്തമായിട്ട് സ്വീകരിക്കുമ്പോൾ ഈശോയ്ക്ക് നിരക്കാത്തതെല്ലാം ഇദ്ദേഹം വെറുത്തുപേക്ഷിക്കും. അങ്ങനെയാണ് കാവേരി ബാറൊക്കെ അടച്ചു പൂട്ടണത്. അന്നത്തെ കാലത്ത് കാഞ്ഞങ്ങാടിലെ വലിയൊരു വിഷയമായിരുന്നു ഇത്. ആയിരങ്ങൾ കുടിക്കണ വാറാണ് ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തെ അടച്ചു കളയും. ആ ബിസിനസ് മൊത്തമായിട്ട് ഉപേക്ഷിക്കും. അപ്പം അനുതാപം ശരിക്കും അങ്ങനെ തലക്ക് പിടിച്ച് ദൈവത്തിനെ ബോധ്യപ്പെടുത്തി എടുക്കുകയാണ്. ഞാൻ അനുതാപത്തിലാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി. പിന്നത്തെ ഒരു 35 വർഷക്കാലമുണ്ട്, ഉടമ്പടി എടുക്കുന്നവരെയുള്ള 35 വർഷക്കാലമുണ്ട്, 70-ാമത്തെ വയസ്സ് വരെ. അപ്പം അദ്ദേഹം കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിച്ചു.
സുവിശേഷ വേലകൾ ചെയ്തു. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി സുവിശേഷ വേല ചെയ്ത് സാക്ഷ്യം ഭരത്യത്തിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാ ധ്യാനങ്ങളിലും ഒരു ഐറ്റം ഈ പുതുമനയുടെ സാക്ഷ്യം വരുന്നത് അന്നത്തെ കാലത്ത് 90കളിൽ. അത് നിന്ന് ഫലിക്കുകയും ചെയ്യും, അഭിഷേകം നിറയുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ അങ്ങനെ അപ്പോൾ യേശു ഏകരക്ഷകൻ എന്നുള്ള കോൺസെപ്റ്റിലെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിതം ക്രമീകരിക്കുകയാണ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ഈ 70 വയസ്സ് കാണുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വരണുണ്ട്, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോരേണ്ടി വന്നു. കാസർഗോഡ് നിന്ന് അവിടെ നിന്നിട്ട് കാര്യമില്ല, വയസ്സായി, കാർഷിക പണിയൊന്നും നടക്കത്തില്ല, ഇനി കൃഷി ചെയ്യിക്കുന്ന പരിപാടിയായിരുന്നു, കർഷകനുമായിരുന്നു, കൃഷി ചെയ്യിക്കുകയും ചെയ്യുമായിരുന്നു. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമുള്ള കോടീശ്വരനായ ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ എന്നാ പറ്റിയെന്നാൽ പുള്ളിയുടെ വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ വരെ പഠിച്ച് വേറെ രാജ്യങ്ങളിലൊക്കെ പോയി, ഈ സ്ഥലം അവിടെ കിടന്നുപോയി. സ്ഥലം വിൽക്കാൻ മാർഗമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അന്തസ്സിനെ പറ്റിയൊരു വീട് കിട്ടണമില്ല. അപ്പം ഭൗതികമായിട്ട് ഈ മനുഷ്യൻ ആത്മീയമായിട്ട് ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത ആവശ്യങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരുവക്കേടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ മൂന്നാമത്തെ ജീവിതം തുടങ്ങുന്നത്. എന്താണ്? ഉടമ്പടി ജീവിതം. അതാണ് വിഷയം. അതാ ഞാൻ പറഞ്ഞ വ്യാഖ്യാനമല്ല അത്, അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. എൻ്റെ ജീവിതത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ക്രിസ്തുവിനെ അറിയാഞ്ഞ കാലം, രണ്ടാമത് ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച കാലം, മൂന്നാമത്തത് ഉടമ്പടി ജീവിതകാലം എന്ന് പറഞ്ഞു. ഉടമ്പടി ജീവിതകാലത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി ഒപ്പുവെച്ചെന്നാണ് പറയണത്. ആ വാക്കൊക്കെ എല്ലാം ഭയങ്കര കറക്റ്റായിട്ടാണ് പറയണത്. ഉടമ്പടി എടുത്തെന്നല്ല പറയണത്, ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിൽ ഞാൻ ഒപ്പുവെച്ചു. അപ്പം ഈ മനുഷ്യന്മാർ ഉടമ്പടിനെയൊക്കെ കാണുന്നത് ആ ഉടമ്പടി പോലെ തന്നെ കാണുന്നത്. അല്ല, നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഈ ഔസപിതാവിൻ്റെ അല്ലെങ്കിൽ യൂദാസിൻ്റെയും ഒക്കെ പെട്ടി കൊണ്ടുവന്ന് ഓരോ കാര്യം എഴുതിയിടുന്ന പോലെയുള്ള ലാഘവത്തിലാണ് ആൾക്കാർ കാണുന്നത്. അത്രയും ഇടലകളും വരുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ നേർച്ചപ്പെട്ടി കൊണ്ടുവന്ന് ഇൻഡക്ഷൻ എഴുതിയിടുന്നത്. ഒരു വിവരവും ഇല്ലാത്തവനായിരിക്കുമല്ല ഈ നേർച്ചപ്പെട്ടത് കൊണ്ടുവന്ന് നിയോഗം എഴുതിയിടുന്നത്. ഇപ്പം ഞങ്ങളടുത്ത് കത്തിച്ച് കളയും. കാര്യം അവർ നമുക്ക് അഫോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരെന്താണ് ഉടമ്പടി ഇവിടെ വരുമ്പോൾ എന്തോ എഴുതിയിടുമ്പോൾ തന്നെ ദൈവം ഇങ്ങനെ പുട്ടുകുത്തി തന്നെ പോലെ തരുമെന്നാണ് വിചാരിക്കണം. അതൊക്കെ വിഡ്ഢിത്തരം വിചാരിച്ച് വന്നൊരു കാര്യമില്ല. ഇപ്പം ധ്യാനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ സംഗതി ഒറ്റടക്ക് പോകത്തില്ലെന്ന്. കാര്യം മനസ്സിലായില്ലേ? ഇത് മനസ്സിലാക്കിയ ഒരാൾ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ സംഗതി സ്പീഡാണ്. അപ്പോൾ അദ്ദേഹം അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഈശോയിലാണ് ജീവിക്കണത്, അമ്മയുടെ മധ്യസ്ഥത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതം പുനഃസമർപ്പണം ചെയ്യുന്നു എന്ന് പറയും. അപ്പം അമ്മയെ കൂടി അദ്ദേഹം പറയും, എനിക്ക് ഞാൻ എൻ്റെ ക്രിസ്തു ജീവിതത്തിൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കത്തില്ലായിരുന്നെന്ന് പറയും. കരിസ്മാറ്റിക്കാർക്ക് പറ്റിയ ഒരു അബദ്ധമാണത്. കേരളത്തിൽ മൊത്തം പറ്റിയിട്ടുണ്ടത്. കാര്യം അവരിത് ഈ നവീകരണ ധ്യാനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാക്കിയെടുക്കും. ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോഴും നോക്കണം, ഒരു കാന നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് ഓർത്തേക്കണം. ക്രിസ്തുവും മാതാവും കൂടിയുള്ള ഒരു കുടുംബജീവിതം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഓർക്കണം. അങ്ങനെയാണ് ബൈബിൾ തുടങ്ങണത്. മകനെ അവർക്കില്ല എന്ന് പറയാനൊരാളുണ്ട്, അയാൾ അവഗണിച്ചുകൊണ്ട് നിനക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജീവിച്ചാൽ അതൊരു ജീവിതവുമല്ല. ഔസേപ്പച്ചന് വചനം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും. ഈ മനുഷ്യൻ വന്ന് മാതാവിനോട് പറയാം, അമ്മേ ഞാൻ വയസ്സായി, നിൻ്റെ സ്ഥലം കാസർഗോഡ് 100-200 കിലോമീറ്റർ അകലെ കിടക്കുകയാണ്, അവിടെ പോയി നോക്കാനും തിരക്കാൻ എനിക്ക് ആരുമില്ല. ആ സ്ഥലമൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്ന ആൾക്കാർ എൻക്രോച്ച് ചെയ്യുകയാണ്. അവിടെ ഇവിടെയൊക്കെ വഴികൾ കെട്ടി അടച്ചോട്ട് അവിടെ സ്വന്തം ഇടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. എനിക്കത് കിട്ടിയില്ല, എൻ്റെ കടം തീരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യന് ഉടമ്പടി വെച്ചിട്ട് അവിടെ നിന്ന് കൊണ്ട് ഉടമ്പടിയുടെ ഉപ്പ് കൊണ്ടുപോയി ആ സ്ഥലത്ത് ഇപ്പോൾ 35 വർഷം ആയിരിക്കാൻ നോക്കണം. 35 വർഷം വിശ്വപ്രമാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് കൊണ്ട് അവിടെ ഇടും. പിറ്റേ ആഴ്ച ആ സ്ഥലം വിറ്റുപോകും. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയണത്. അപ്പോഴദ്ദേഹത്തെ പറയാം, മാതാവ് എന്താണെന്ന് മനസ്സിലായി. ഇത്രയും നാൾ ജീവിച്ചിരുന്ന ഒരു ജീവിതമുണ്ട്. അമ്മ കൂടി ജീവിതത്തിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൻ്റെ ഭൗതിക നിലവാരങ്ങൾ മാറുന്നുണ്ടല്ലേ, അതാ വിഷയം. അപ്പം അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ വന്നത് കുറേ പ്രമാണം കാണാനില്ല. പ്രധാനപ്പെട്ട സ്ഥലത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ പ്രമാണം കാണാനില്ല. അത് 10-40 വർഷമായി ആ പ്രമാണം കാണാനില്ല. എന്നിട്ട്
എവിടെയാണെന്ന് ഒരു പിടിയില്ല. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒറ്റാഴ്ചക്കുള്ളിൽ നഷ്ടപ്പെട്ടു പോയ പ്രമാണം തിരിച്ചു കിട്ടും. അതുപോലെ തന്നെയാണ് എറണാകുളത്ത് വീട്, അന്ന് വരെ കാണാതിരുന്ന വീട് 2 കോടി രൂപ ലാഭത്തിന് ഒരു ഇയാൾക്ക് വീട് കൊടുക്കുക. എറണാകുളത്തിൽ 5 നിലയുള്ള വീട്. അപ്പം അദ്ദേഹം ആ പ്രതാപത്തിൽ ജീവിച്ചിരുന്ന ആളാണ്, ആ സ്റ്റാൻഡേർഡ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ആ പ്രതാപത്തിൽ ജീവിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞത് കാരണം ഇതെല്ലാം കൊടുക്കുകയാണ്. ആ കാസർഗോഡും കുറേ സ്ഥലങ്ങൾ കൊടുത്തു, 25 സെൻറ്റ് വെച്ച് 10-40 പേർക്ക് കൊടുത്തു. അദ്ദേഹം കൊടുത്ത് ജീവിക്കുകയാണ് ശരിക്കും. പക്ഷേ എങ്ങനെ നോക്കുമ്പോഴേ ഈ ലൈഫ് ആസ്വദിച്ച് നോക്കുമ്പോൾ 35-70 കൊല്ലം ഇല്ലാതിരുന്ന മാറ്റങ്ങളാണ് ഉടമ്പടിയിൽ ഒറ്റടിക്കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേരത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞു വെച്ചത് കാരണം ഉടമ്പടി അദ്ദേഹത്തിന് എളുപ്പമായി. ഉടമ്പടി ഒരു പോരായ്മ കൂടി മാത്രമേ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉടമ്പടിയിൽ കൂടെ പരിശുദ്ധാമ്മ കൂടി കളത്തിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ വിഷയം മാറി. എന്താണ് ലൈഫ് 35 കൊല്ലം 40 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ സമ്മഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി വിത്തിൻ നോ ടൈം അത് സെറ്റ് ചെയ്യുകയാണ്. അതാണ് ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറയുന്നത്. അപ്പം അത് അനുഭവിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും ഞാൻ പറയും, ഞാൻ 1000 പേർക്കൊക്കെ ഷെയർ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം വചനങ്ങൾ ഉടമ്പടി ധ്യാനങ്ങളും ശ്രദ്ധിക്കുകയും സുവിശേഷ പേരെയാണ്. ആന്ധ്രയിലോ ഒറീസയിലൊക്കെ വലിയ സുവിശേഷ സ്ഥലങ്ങളുണ്ട്, അഗതികളുടെ സ്ഥലങ്ങളും മിഷൻ പ്രവർത്തനങ്ങളൊക്കെ. ഓരോരോ കാലത്ത് ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും, കർത്താവിനെ ചെയ്യിക്കും, പുതിയ പ്രവർത്തനങ്ങൾ. ഓരോരുത്തരും ഞാൻ സംസാരിക്കുമ്പോൾ അവർ ഈശോയെക്കുറിച്ചോട് പറയും, പാവപ്പെട്ടവരെ അവർ സഹായിക്കും. അപ്പോൾ അതൊക്കെ എന്തൊരു ലൈഫാണ്. ജീവിതം ആകപ്പാടെ മാറുകയും ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായി മാറുകയും ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണ ക്രൈസ്തവനാകാൻ ഉടമ്പടി ജീവിത രീതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ സാക്ഷ്യത്തിന് എന്നെ പരുവപ്പെടുത്തണമേ. ശ്രുതികട ഹല്ലേലൂയ. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരവസരം ലഭിച്ചതിന്. എൻ്റെ പേര് മിൻറ്റു. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപത സെൻറ്റ് എഫ്രൈം ചെറുക്കടവ് ചർച്ചിൽ നിന്ന് വരുന്ന ഇടവാംഗമാണ്. ഞാൻ സ്ഥിരമായിട്ട് താമസിക്കുന്നത് ന്യൂസിലൻഡിലാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 16/8/2019 ഞാനിവിടെ വന്ന് സാക്ഷ്യം എടുക്കാനുള്ള ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് OAT എഴുതിയിട്ട് പാസ്സാവുന്നില്ലായിരുന്നു. അപ്പോൾ OAT എഴുതി പാസ്സാവാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, 2 പ്രാവശ്യം പുതുക്കി. ഞാൻ 2-3 പ്രാവശ്യം OAT എഴുതി, പക്ഷെ ഞാൻ OAT പാസ്സായില്ല. ധ്യാനങ്ങളെല്ലാം കൂടും തൈലവും എല്ലാം ഉപയോഗിക്കാറുണ്ട്, പക്ഷെ ഞാൻ പാസ്സാവുകയും ചെയ്തില്ല. അപ്പോഴത്തേക്കും കോവിഡ് വന്നു. പിന്നെ എനിക്ക് ധ്യാനത്തിനായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2ാമത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പം ഒട്ടും വരാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനൊരു 9ാം മാസമായപ്പോൾ ഞാൻ ബാത്റൂമിൽ പുറമടിച്ച് വീണു. എനിക്ക് 2 ദിവസമുള്ളൂ സിസേറിയന് വേണ്ടിയിട്ട്. അതിന് മുന്നേ ഞാൻ പുറമടിച്ച് വീണു ബാത്റൂമിൽ. പക്ഷെ തൈലമൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ അന്ന് തന്നെ ആശുപത്രിയിൽ പോയി. പക്ഷേ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, എനിക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുഴപ്പമില്ലാതെ കുഞ്ഞിനെ പ്രസവിച്ചു. അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിന് ഒരു 6 മാസമായപ്പോൾ എനിക്ക് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു വഴി തെളിച്ച് തരണേ. പിന്നെ ഞാൻ ജോലിയില്ലാതെ വീട്ടിലിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വീണ്ടും എനിക്ക് OAT എഴുതാൻ താല്പര്യമില്ലായിരുന്നു. കാരണം പൈസയുടെ ഒരു ഇതും കൊണ്ടും ഒരാൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടും. അങ്ങനെ ഞാൻ ഇരിക്കുന്നത് പെട്ടെന്നാണ് എനിക്കൊരു ഓഫർ വന്നത്. ആ സമയത്ത് കോവിഡായിരുന്നു. പെട്ടെന്ന് എനിക്ക് ന്യൂസിലാൻഡിൽ നിന്നൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ഒരു ഓഫർ വന്നു എനിക്ക്. അതെനിക്ക് വിത്ത് ഫാമിലിയിൽ എനിക്ക് പോകാം. പക്ഷെ ഞാൻ ഈ ഉടമ്പടിയിൽ OAT വെച്ചതിൻ്റെ കൂടെ തന്നെ ഞാൻ 2ാമത്തെ ഒരു ഉടമ്പടി എൻ്റെ ആവശ്യമായിട്ട് വെച്ചായിരുന്നു മാതാവിൻ്റെ അടുത്ത്. എൻ്റെ കുടുംബമായിട്ട് എനിക്കൊരു യൂറോപ്യൻ കൺട്രിയിൽ ഒരുമിച്ച് ജീവിക്കാൻ ഒരു അവസരം തരണമേ എന്ന് ഞാൻ വെച്ചായിരുന്നു. പക്ഷെ മാതാവ് എനിക്ക് OAT പാസ്സായില്ലെങ്കിലും എനിക്ക് എല്ലാവരും ഒരുമിച്ച് വെളിയിൽ പോകാനുള്ള ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരെയും വിസയും കാര്യങ്ങളും പെട്ടെന്ന് ശരിയായി. ഞങ്ങൾ വെളിയിൽ പോയി. അതിൻ്റെ എനിക്ക് ഇവിടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനോ മാതാവിനോട് നന്ദി പറയാനോ ഒന്നും പറ്റിയില്ല, കാരണം കോവിഡായിരുന്നു. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞപ്പം പോകുന്ന സമയങ്ങളിൽ എന്തു പറ്റി, എനിക്ക് ഇങ്ങനെ
പുറം രാജ്യത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകാം, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ എനിക്കിതൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഞാൻ ഒരു ബൈബിൾ മാത്രമായിട്ട് ഞാൻ പോയി. പക്ഷേ എനിക്ക് അവിടെ ചെന്നാലും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം എൻ്റെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശ്വാസവും ഉണ്ടായിരുന്നു. ആരെൻ്റെ അടുത്ത് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും, ഇപ്പോൾ ഒരു ജോലി ശരിയായില്ല അല്ലെങ്കിൽ എന്തൊരു അനുഭവം പറഞ്ഞാലും ഞാൻ ഉടനെ എൻ്റെ സാക്ഷ്യവും പറയും. അതുപോലെ തന്നെ അവരോട് പറയും, ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ 5-6 ദിവസത്തിനുള്ളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് അത് കിട്ടും, ഉറപ്പായിട്ട്. അങ്ങനെ ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അത് കിട്ടിയത് മൊത്തം അക്രൈസ്തവർക്കാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാം, ഇവിടുത്തെ എന്തൊക്കെയാണ് ചടങ്ങുകൾ പ്രാർത്ഥനകളും എല്ലാം. അക്രൈസ്തവർക്ക് ഇത് പെട്ടെന്ന് അതൊരു ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പ്രാർത്ഥിച്ച് അക്രൈസ്തവർ അങ്ങനെ 2-3 പേരെ പ്രാർത്ഥിച്ച് അവർക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടി. അങ്ങനെ അവരൊക്കെ ഇപ്പോഴും നല്ലൊരു വിശ്വാസത്തിലും മാതാവിൻ്റെ വിശ്വാസത്തിലും അവരൊരു കൃപാസനത്തിലും നല്ലൊരു വിശ്വാസിയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ കുഴപ്പമില്ലാതെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ചായി കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനൊന്നും പറയാത്തതിൻ്റെ ഒരു വിഷമം ഭയങ്കരമായിട്ട് മുന്നിലിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഞാനൊരു 6 മാസം മുന്നേ ഇവിടെ വന്നായിരുന്നു സാക്ഷ്യം പറയാനുള്ള ഒരു ആവശ്യമായിട്ട് ഞാനിവിടെ വന്നു. പക്ഷെ വരുന്നപ്പം ഞാൻ എൻ്റെ ഉടമ്പടി പത്രം എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. അത് ഞാൻ പകുതി വഴി എത്തിയപ്പോഴാണ് ഓർത്തത്. അപ്പം ഞാൻ ഓർത്ത് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമായിരിക്കും എന്നോർത്ത് ഞാൻ വന്നു. പക്ഷേ അവർ പറഞ്ഞു പറ്റത്തില്ല, ഉടമ്പടി പത്രമില്ലാതെ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനിവിടെ വന്നിരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. എനിക്കൊരു ഭയങ്കര വിഷമായിരുന്നു. ഇനി ലീവില്ല, ഇനി വീണ്ടും വരാൻ വേണ്ടിയിട്ട്, തിരിച്ചു പോയിട്ട് പിന്നെ ഇനി എന്നാ വരുന്നേ, അങ്ങനെ ഭയങ്കര എനിക്കൊരു വിഷമമായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം ഇവിടെ വന്നപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ശരിയായി കിട്ടിയെന്ന് വെച്ചാൽ, വരുന്നതിന് ഒരു 8 മാസം വരെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. ജോലിയില്ല, കുറേ അടുത്ത് ആപ്ലിക്കേഷൻ ഇട്ടു. പുള്ളിക്കാരൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പുള്ളിക്കാരനും നേഴ്സാണ് നാട്ടിലെ. പക്ഷേ ആപ്ലിക്കേഷനൊക്കെ ഇട്ടിട്ടും ആയാലും ഒരിടത്തുനിന്നും ഒരു റിപ്ലൈയോ ഒന്നും വരുന്നില്ല. എല്ലാ ദിവസവും പുള്ളിക്കാരനിടയിൽ നിർത്തി ഞാൻ ഇടുന്നുണ്ട് ഒത്തിരി, എന്നാലും ഒന്നിനും ഒരു റിപ്ലൈ വരുന്നില്ല. ഇവിടെ ഞാൻ പുള്ളിക്കാരനെയും കുഞ്ഞിനെയും ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇവിടെ വന്നത്. അന്ന് ഇവിടെ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് കുറേ നിറച്ച വസ്തുക്കളെല്ലാം ഞാൻ മേടിച്ചുകൊണ്ടാണ് പോയത്. കാരണം അന്ന് എൻ്റെ കയ്യിലുള്ള ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി പത്രമില്ലാത്തതുകൊണ്ട് നമുക്ക് എണ്ണയൊന്നും കിട്ടിയില്ല. പക്ഷേ എനിക്ക് ഉപ്പും തിരിയെല്ലാം കിട്ടി. ഞാൻ അതുകൊണ്ട് പോയി വീണ്ടും പ്രാർത്ഥിച്ചു. വീണ്ടും ഈശോയുടെ ശക്തിയോടുകൂടി എല്ലാം ഉപയോഗിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. തിരിയൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഇവിടുന്ന് ചെന്ന് ഒരു 15 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരനൊരു ജോലി കിട്ടി. എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് ജോലി കിട്ടി. ഒരു ജോലിക്ക് കയറി പുള്ളിക്കാരൻ. നിങ്ങൾക്കറിയാലോ, ഒരാണുങ്ങൾ വീട്ടിൽ ജോലി ഇല്ലാതിരുന്നാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരന് ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി പെട്ടെന്ന് ജോലി കിട്ടിയത്. പിന്നെ അതുകൂടാതെ എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരി രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും കൂടുതലായിട്ട് നമുക്ക് വിശ്വാസത്തിൽ വളരുവാനും കുർബാനയിൽ പോകുവാനും. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ 2 മലയാളി അച്ഛന്മാരാണ്. എപ്പോൾ വേണേലും നമുക്ക് ചെല്ലാം. കുമ്പസാരിക്കാനായാലും മലയാളത്തിൽ ഒരു കുഴപ്പമില്ല. എന്ത് ആവശ്യമെങ്കിൽ ചെന്നാലും അച്ഛന്മാർ അതുപോലെ നമ്മളെ സഹകരിക്കുന്ന 2 അച്ഛന്മാർ. നമുക്കിപ്പോൾ കുർബാനയ്ക്കായാലും എപ്പോൾ വേണേലും രാവിലെയും വൈകിട്ടും കുർബാനയുണ്ട്. അങ്ങനെ ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം ചില ഇടവകളിലൊന്നും അങ്ങനെ 2 നേരമൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ ചില ഇടവകൾ, ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നിടത്ത് മാസത്തിൽ ഒരിക്കലും ഒരു മലയാളം കുർബാനയുണ്ട്. അത് നമുക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഇട്ട് പോകാനും പറ്റത്തില്ല. പിന്നെ ഇംഗ്ലീഷ് കുർബാന നമുക്ക് പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയൊരു സംതൃപ്തി വരില്ല മലയാളം കുർബാന കാണാതെ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ദൈവാനുഗ്രഹം തന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ കൂടുതലായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപ്പ് എന്ന് ഞാൻ ഓർത്തില്ലേലും എൻ്റെ പിള്ളേരത് ഓർക്കും. കുരിശുവര കഴിയുമ്പോൾ ഉപ്പും പിന്നെ വെള്ളവും ഒക്കെ കൊടുക്കും. എൻ്റെ കയ്യിൽ തൈലയില്ല, അതുകൊണ്ട് ഞാൻ അതിന് പകരം ആനാവെള്ളവും ഉപ്പും കൊടുക്കും രാവിലെയും വൈകിട്ടും, സ്കൂളിൽ പോകുന്നതിന് മുന്നേയും തിരിച്ചു വരുന്നതിനും. അതുപോലെ എൻ്റെ മോനാണെങ്കിൽ അവന് പബ്ലിക് സ്കൂളിലായിരുന്നു. ഭയങ്കരം എല്ലാവരും കംപ്ലൈൻ്റ് ആയിരുന്നു, കുഞ്ഞ് നന്നായിട്ട് ആരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. കാരണം ലാംഗ്വേജിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ അവന് കുറേ അസസ്മെൻറ്റൊക്കെ അവർ ബാങ്കിലൊക്കെ അസസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, 2 ലാംഗ്വേജുകൾ ചെയ്യുന്നത്, അതൊക്കെ ചെയ്തു. അപ്പോൾ അവൻ അതിനൊന്നും കുഴപ്പമില്ല. അപ്പം പുതിയ സ്കൂളിലോട്ട് പോയി കഴിയുമ്പം ഇച്ചിരി നല്ല സ്കൂളായിരുന്നു. ആ സ്കൂൾ മരിയൻ കാത്തലിക് സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം മരിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറിയത്തിൻ്റെ ആലോ, അങ്ങനെ കേട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അങ്ങനെ അവനവിടെ അഡ്മിഷൻ കിട്ടി. എനിക്കിപ്പം ഞാനിങ്ങോട്ട് പോരാൻ 6 മാസം മുന്നേ ഞാൻ ഇവിടുന്ന് പോയത്. അപ്പോൾ പോയിട്ട് എനിക്ക് ദിവസം തോറും അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴും എല്ലാം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ സാക്ഷ്യം പറയാത്തതുകൊണ്ട്. അച്ഛനാണെങ്കിൽ ഒരു ദിവസം ഒരു ധ്യാനത്തിൽ പറയുന്നുണ്ട്, ഇവിടെ അടുത്തുള്ളവർക്ക് വന്ന് സാക്ഷ്യം പറയാൻ ബുദ്ധിമുട്ടാണ്, 2.25 ലക്ഷം രൂപ ടിക്കറ്റ് കൊടുത്തൊക്കെ ഇവിടെ ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് നാട്ടിലൊന്ന് പോകണം, തന്നെ പോയി ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നോളാം, ഒരു 10 ദിവസം അവധിക്ക് ഞാൻ നാട്ടിൽ പോവാമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരന് എതിർപ്പൊന്നും കാണിച്ചില്ല. കാരണം കുഞ്ഞുങ്ങൾ 2 പേരും ചെറുത്, അവരെ സ്കൂളിൽ വിടണം. അപ്പോൾ പുള്ളിക്കാരന് ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ല.
അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു നീ പൊക്കോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ 10 ദിവസം അവധിക്ക് ഞാൻ ഇന്നലെ വന്നോളൂ. ഇന്നലെ വന്നപ്പം ഇവിടെ വന്ന് ഞാൻ എൻ്റെ ആ കാശുരൂപത്തിൻ്റെ മാതാവ് പോയായിരുന്നു. അപ്പം പിന്നെ ഞാൻ തൈലമൊന്നും നേരവാട്ടിന് യൂസ് ചെയ്തില്ല, പിന്നെ കൊണ്ടുപോയില്ല. എനിക്കതൊക്കെ പിന്നെ ഞാൻ 2 പ്രാവശ്യം പുതുക്കുകയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് ആ ഉടമ്പടി തുടരാനൊരു മടി. അതുകൊണ്ട് ഞാൻ ഇന്ന് വന്ന് പുതിയൊരു ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് അതുകൊണ്ടൊരു സമാധാനമായി. എനിക്കൊരു ഭയങ്കര വിഷമായിരുന്നു എൻ്റെ ഉടമ്പടി സാക്ഷ്യം പറയാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി. കാരണം ഇത്രയും വൈകിയോ എന്ന് ഉടമ്പടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 3 മണി ഇനി പറയാൻ പറ്റില്ലായിരിക്കുമോ എന്ന് പ്രതീക്ഷിച്ചു. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ എനിക്ക് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ അങ്ങനെ നമുക്ക് ആർക്കും ഒന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫുഡുകൾ നമ്മൾ സാധനം മേടിക്കുമ്പം ഫുഡ് ബാങ്ക് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. നമ്മൾ എപ്പോഴാണോ പോകുന്നത്, നമുക്ക് എന്താണോ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് ആ ഫുഡ് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവർ വേണ്ടവർക്ക് അവർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്ത് ഒത്തിരി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ വീട്ടിൽ നിന്നെല്ലാം ഉപേക്ഷിച്ചു അവരൊക്കെ എൻ്റെ അടുത്തും മിക്കവാറും വരും. എൻ്റെ പിള്ളേരുടെ അടുത്തും എൻ്റെ അടുത്തും എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ ഓടിയും. പിന്നെ അവർക്ക് അങ്ങനെ ഞാൻ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അവർക്ക് അച്ചാറുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ ഫുഡായിട്ടൊന്നും ഞാൻ പിന്നെ നാട്ടിൽ എന്തെങ്കിലും ആവശ്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഉപ്പ് അവിടെ കിട്ടിയോണ്ട് ഉപ്പ് ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ ഞാൻ പള്ളിയിൽ പോകുമ്പോഴും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാം കഴിക്കാറുണ്ട്. അതുകൊണ്ട് അല്ലാതെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. അതിനെല്ലാം അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. ഇനി എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനും അമ്മയടുത്ത് എന്നും ഈ ഉടമ്പടിയിൽ കഴിയാനും അനുഗ്രഹം കിട്ടണേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഞങ്ങൾക്ക് കിണറില്ലായിരുന്നു. ഞങ്ങൾക്ക് കിണറില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കുഴൽ കിണർ കുത്താൻ വേണ്ടി തീരുമാനിച്ചു. കുഴൽ കിണർ കുത്തി 580 അടി വരെ പോയിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വെള്ളം നമുക്ക് വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് വെള്ളം കിട്ടാത്തതുകൊണ്ട് മോട്ടർ വെക്കാനും മടി. കാരണം അത്ര അടി താഴെയുള്ള കിണറിന് മോട്ടർ വെക്കണമെങ്കിൽ കുറഞ്ഞതൊരു 60,000 രൂപയുടെ വലിയ മോട്ടർ വെക്കണം, നല്ല പവറുള്ള, എന്നാലാണ് വെള്ളം വെള്ളോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഒരു ഭയങ്കര സങ്കടമായിരുന്നു മോട്ടർ വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാ ദിവസവും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലിയതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് വറ്റാത്ത നിറച്ച് വെള്ളമുണ്ട് 580 അടിയിൽ. അതൊരു വലിയ അനുഗ്രഹമാണ് എനിക്ക് ഉപ്പ് വഴി കിട്ടിയത്. അതെനിക്കിവിടെ പറയാതിരിക്കാൻ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനൊരു1000 നന്ദി. എൻ്റെ സാക്ഷ്യം ഇത്രയും ലേറ്റ് ആയതിനും അമ്മയ്ക്കും തിരുമാരനും ഞാൻ ഒത്തിരി ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് അഖില. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ഫെബ്രുവരിയിലാണ്. ആ ടൈമിൽ ഞാൻ B2 ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേന് എനിക്ക് ജർമ്മൻ നല്ല പാടായിരുന്നു. അപ്പം ഞാൻ B2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ 2 തവണ എക്സാം എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ കൊച്ചിയിൽ എഴുതി. അപ്പോൾ എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. അപ്പോൾ എനിക്ക് സ്പീക്കിങ് ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഗോയിത്തേശ് വന്നപ്പോഴത്തേന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടാണ്, ഇനി എനിക്ക് ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യാനുള്ള ഇട വരത്തില്ലെന്ന് പറഞ്ഞു. അമ്മ എനിക്ക് 3 മൊഡ്യൂൾ തന്ന് അമ്മ എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 2 മാസം കഴിഞ്ഞ് ബാംഗ്ലൂർ ഡേറ്റ് എടുത്തു. അത് എനിക്ക് ലിസണിങ് കൂടെ കിട്ടാനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും എനിക്ക് ഉപ്പിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല. ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പോഴത്തേന് 3 ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ലിസണിങ് കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ പഠിച്ച ഒരു 5 6 എണ്ണേ ഉള്ളൂ, ബാക്കിയൊന്നും എനിക്ക് അറിയാൻ മേല. അപ്പം ഞാൻ ചുമ്മാ എല്ലാം അങ്ങ് ക്രോസ് ചെയ്തു. അല്ലാതെ ഞാനൊന്നും എനിക്കൊരു ഡൗട്ട് പോലും തോന്നിയില്ല. കാര്യം എനിക്ക് അറിയത്തില്ല, ആകെ 5 6 മാത്രമേ അറിയാവുന്നുള്ളൂ. അപ്പം ഞാൻ ചുമ്മാ ക്രോസ് ചെയ്ത് വിട്ടു. അപ്പം എൻ്റെ അമ്മ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പം എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ കിട്ടത്തില്ല, തോറ്റു പോകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഉച്ചയായപ്പോഴത്തേനാണ് വീട്ടിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറിനിടെ തന്നെ റിസൾട്ട് വന്നു. അപ്പോഴത്തേന് എൻ്റെ ഒരു കൂട്ടുകാരത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി റിസൾട്ട് വന്നു, ചേച്ചി നോക്കാൻ പറഞ്ഞു. അവൾക്ക് കിട്ടിയില്ലെന്നും പറഞ്ഞു. അവൾക്ക് എളുപ്പമായിരുന്നെന്ന് പറഞ്ഞു, അവൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി. അപ്പോഴും അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ എക്സാമിൻ്റെ കാര്യം നിനക്ക്? ഞാൻ പറഞ്ഞമ്മ കിട്ടത്തില്ല. അപ്പം ഒരു പ്രതീക്ഷ പോലും ഇല്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. ഞാൻ നോക്കിയപ്പോഴത്തേന് കറക്റ്റ് 60 മാർക്ക് തന്ന് മാതാവ് എന്നെ ജയിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പല ഏജൻസിയിലും കൊടുത്തെങ്കിലും എനിക്കൊരു 8 വർഷത്തെ കരിയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ആരും വിസ റിജക്ഷൻ വരുമെന്ന് പറഞ്ഞ് എടുത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോഴും ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അവസാനം ഒരു ഏജൻസിയിലെടുത്തു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂവർ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ 8 വർഷത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എടുത്താലും നിങ്ങൾക്ക് വിസ റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ നഷ്ടമായി. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഏജൻസി കൊടുത്തു. അതും ഒരു 5 ഇൻ്റർവ്യൂകളും എനിക്ക് അവർ തന്നു. അതും ഞാനൊന്നും പാസ്സാവുന്നില്ല.
എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ തന്നെ പക്ഷേ കണ്ടിന്യൂ ചെയ്ത് പോയി. ഞാൻ പോകുന്നിടത്തെല്ലാം ഉപ്പ് കൊണ്ടുപോവുകയും എല്ലാ ഓഫീസുകളിലൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ ഉപ്പ് കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അച്ഛനെ ഇവിടെ വന്ന് കണ്ടു, ജോസഫ് അച്ഛനെ കണ്ടു. അടുത്ത ഇൻ്റർവ്യൂവിന് മുമ്പ് 7ാമത്തെ ഇൻ്റർവ്യൂവിന് മുമ്പ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അടുത്ത് എൻ്റെ കസേരയുടെ ഇപ്പുറത്ത് മാതാവിന് ഒരു കസേര ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. എനിക്കറിയാവുന്ന 3-4 ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ ചോദിച്ചുള്ളൂ. അറിയാൻ മേലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എൻ്റെ ജനുവരി 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ബർത്ത്ഡേക്ക് മുമ്പ് എനിക്ക് കോൺട്രാക്റ്റ് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് മുമ്പ് കോൺട്രാക്റ്റ് തന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് കാര്യങ്ങൾ നടന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ വിസയ്ക്ക് വെച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, ഞാൻ ജനുവരി ലാസ്റ്റാണ് വിസയ്ക്ക് വെക്കുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മയുടെ ഒരു കയ്യൊപ്പ് പതിഞ്ഞ രീതിയിൽ എനിക്ക് വിസ കിട്ടണം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് ഫെബ്രുവരി 11, 10-11 മാതാവിൻ്റെ 3 നോയമ്പുമാണ്. അതുപോലെ ലൂർദ് മാതാവിൻ്റെ തിരുനാളുമാണ്. അങ്ങനെ ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വിസ അടിക്കുന്നത് ഫെബ്രുവരി 10-ാം തീയതിയാണ്. എനിക്ക് വിസ കയ്യിൽ കിട്ടുന്നത് ഫെബ്രുവരി 13-ാം തീയതിയാണ്. ഞാനിപ്പം ഈ ആഴ്ച ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു 3ാമത്തെ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് തലമുടി കൊഴിയുന്ന ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പം ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചപ്പം എന്നാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോഴത്തേന് വൈറ്റമിൻ ഡിയുടെ വല്ലതും കുഴപ്പമാണെന്ന് വിചാരിച്ച് അതും ടെസ്റ്റ് ചെയ്തു. അപ്പം അതിൻ്റെ ഡെഫിഷ്യൻസി ഒന്നും അല്ല. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഡോക്ടേഴ്സിനൊന്നും കാണിക്കാൻ പോയില്ല. ശരിക്കും ഭയങ്കരമായിട്ട് തലമുടി പോയുന്നുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് ഉപ്പും ഇവിടുത്തെ കൃപാസനത്തിലെ ഉപ്പും തൈലവും ഞാൻ പുരട്ടി ഞാൻ ഇങ്ങനെ കുരിശ് വരച്ചു, തലയിൽ കുരിശ് വരച്ചു. അങ്ങനെ അതെനിക്ക് ഒരാഴ്ച കൂടി തന്നെ എല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ഇതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എനിക്ക് എവിടെ ചെന്നാലും എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകവും ലഭിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഗവൺമെൻറ് ആശുപത്രികൾ കൊണ്ട് കൊടുക്കുകയും അതുപോലെ ഞാൻ കുറച്ച് നടന്നിട്ടാണെങ്കിലും വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കാറുണ്ട്. അത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയും.